അത് ഭർത്താവ് പാട്ടുകാരൻ, ഭാര്യ ഓട്ടം തുള്ളല്. ഇതില് കൂടുതൽ തുള്ളലുള്ള ആരാ? അല്ലേ, സ്നേഹ തന്നെയായിരിക്കും കൂടുതൽ തുള്ളുന്നല്ലേ? അപ്പൊ സ്നേഹ പഠിച്ചൊക്കെ എവിടെയായിരുന്നു? ഞാൻ പഠിച്ചത് എറണാകുളത്ത്. എംഫിൽ ഒക്കെ കഴിഞ്ഞത് കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റി നിന്നാണ് അല്ലേ? MA യൂണിവേഴ്സിറ്റി നിന്നാണ്. എംഫില് NG യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. അവിടെ ആരായിരുന്നു സഹപാഠികൾ ഉണ്ടായിരുന്നത്? കാലടി യൂണിവേഴ്സിറ്റിയില് എന്റെ ജസ്റ്റ് ജൂനിയർ ആണ് സുരഭി. ഞങ്ങൾ ഒരേ ഹോസ്റ്റലാണ്. സുരഭി, ദിലീഷ് പോത്തൻ, ബിനോയ് ചേട്ടൻ, അവരൊക്കെ ദേശീയ തലത്തിലങ്ങ് പോയി. അതെ, നമുക്ക് എന്നെ പിന്നെ പിടിക്കണ്ടേ? അതൊരു ഒരുപാട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒന്നും പാഴായിട്ടില്ല. ഇല്ല, എല്ലാരും വളരെ നന്നായിട്ട് തന്നെ പോണ്ട്. എവിടെ വെച്ചാ ചേരുംപിടി ചേർന്നത്? മാച്ച് ദ ഫോളോയിങ് ഞങ്ങൾ തമ്മിലാണ്. നിങ്ങൾ തമ്മില് ഇതുവരെ കാര്യം പാട്ട് ഓട്ടംന്നുള്ളതും തമ്മിൽ എങ്ങനെ ചേരും എന്നുള്ള എന്റെ സംശയം. അല്ല, അത് മറിമായം തന്നെയാണ് സാർ. മറ്റേ അത് പാടേണ്ടി വന്നു ശ്രീമർ, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന. ഇല്ല, അത് പിന്നെയാണ് ഞാൻ അറിഞ്ഞല്ലേ ഈ തുള്ളലിന്റെ കാര്യം പിന്നെ അറിഞ്ഞല്ലേ? പിന്നെയാണ് അറിഞ്ഞത്. യഥാർത്ഥത്തില് ശ്രീമാർ എന്ന് വെച്ചാൽ വളരെ റൊമാൻറ്റിക് ആയ ഒരു മനുഷ്യൻ, എനിക്കറിയാം. കാര്യം അത് കാരണം ആ ചിരിയിൽ തന്നെ ഒരിത്തിരി കാൽപ്പനികതയൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അല്ലേ സ്നേഹ പറയണ്ട, എന്നോട് കാൽപ്പനികയൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല, റൊമാൻറ്റിക് ഒക്കെ ആണ് ആള് റൊമാൻറ്റിക്കാ അല്ലേ? ഇപ്പൊ പക്ഷേ പഴയതിനേക്കാൾ ശ്രീമാർ സംസാരിക്കും. ആ ആദ്യം കാലത്ത് ഈ മറിമായം കാലത്തൊക്കെ ഒരുപാട് ഈ മറിമായം കാലത്തൊക്കെ ശ്രീമാർ സംസാരിക്കുന്നത് അഭിനന്ദിക്കണം. അഭിനന്ദിച്ചിരിക്കുന്നു. ഇനി ശ്രീമാനെ കുറച്ചുകൂടെ നശിപ്പിച്ചാലും ഞാൻ അഭിനന്ദിക്കും. കാര്യം മറിമായം ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ലൊക്കേഷൻ കേൾക്കുന്നൊരു പരാതിയായിരുന്നു, ആ ശ്രീകുമാർ സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല എന്ന് പറയുമായിരുന്നു. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ഇതാണ്, ഇത് ആരോട് ചെയ്ത തെറ്റാണെന്നുള്ളത്. അത് മാത്രമല്ല, ഈ ശ്രീകുമാർ ഈ ചിരി കൊണ്ട് വീഴ്ത്തിയതാണോ? അങ്ങനെയല്ല സാറേ, ചിരി കൊണ്ട് മാത്രം മുളയ്ക്കുന്നില്ല പ്രണയം എന്നല്ലേ നമ്മൾ പറയുന്നത്? നമ്മളിപ്പോ ഒരു 14 വർഷത്തോട് അടുക്കാണ് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. മറിമായം തുടങ്ങിയിട്ട് 14 കൊല്ലമായല്ലേ? അതെ അതെ. എന്റെ ജീവിതത്തിലും കുറെ കൊല്ലം പോയതായി. ഓക്കെ, പോകട്ടെ. അപ്പോ അങ്ങനെ ഉണ്ടായി വന്ന സുഹൃത്ത് ബന്ധമാണ്. നിങ്ങൾ ഈ സുഹൃത്തുക്കളായി അങ്ങ് കാണാതിരിക്കാൻ പറ്റാത്ത ഒരു പരിപ്രേക്ഷ്യം വന്നപ്പോ അങ്ങ് പറഞ്ഞു പോയതാണ്? അങ്ങനെയല്ല അല്ലേ? ഇത് എങ്ങനെയാ പിന്നെ സംഭവിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത്. അതാണ് സാർ, ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത്, കൂടുതൽ കാര്യങ്ങള് എന്നെ പറ്റി മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാള്, എന്റെ എല്ലാം നല്ലതും ചീത്തയും അറിയാൻ പറ്റുന്ന ഒരാള്. ഒരുപക്ഷെ നമ്മൾ കാണുമ്പോഴേ പ്രേമിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ എന്റെ നെഗറ്റീവ് സൈഡ് ഒരുപക്ഷെ മനസ്സിലാക്കില്ലായിരുന്നു. ഇത് നെഗറ്റീവ് അറിയാൻ പറ്റുമല്ലോ, കാര്യം നമ്മൾ പരിചയപ്പെടുമ്പോ അങ്ങനെയല്ലല്ലോ. പിന്നെ ശ്രീക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് പുള്ളിയുടെ എവിടേക്കാണ് പുള്ളി ബാക്കിലേക്ക് വലിയുന്നതെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി വലിച്ചിലുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സാർ, ഒടുവിൽ ഞാനില്ലാതെ ഇദ്ദേഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എത്തില്ല. അതെ, അപ്പൊ എന്റെ ഈ റബ്ബർ ബാൻഡ് വലിയ പുള്ളി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ. വിടില്ലല്ലോ, എന്നോട് പോവാൻ പറഞ്ഞാലും ഞാൻ പോകില്ല. അപ്പൊ വിടാതെ കൂടെ കാണുമോ അതോ എങ്ങനെയാ? ഉറപ്പായിട്ടും. അല്ല, ഈ ഇപ്പഴല്ലേ ലൈഫിലല്ലേ ഞാൻ ചോദിച്ചു, ഈ ലൊക്കേഷനിലൊക്കെ അങ്ങനെ പോവോ? ലൊക്കേഷനിൽ ഞാൻ അങ്ങനെ സ്ഥിരം പോവാറൊന്നുമില്ല. അപ്പൊ ചക്കപ്പഴായിരുന്നപ്പം പോവായിരുന്നു ഇടയ്ക്കൊക്കെ. അല്ല, അവിടെ ഈ ശ്രീ വർക്ക് ചെയ്യുന്ന സെറ്റിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ശ്രീനോട് അവര് കൂട്ടാവുന്നതിനേക്കാൾ കൂടുതൽ എന്നോടായിരിക്കും കൂട്ടാവുക. കാര്യം ഞാൻ ആളെ കൂടുതൽ വേറെ കൂട്ടുവരാൻ വേണ്ടി. അല്ലല്ല, അതല്ല സാറേ, ഇപ്പൊ ഒരു ഡ്രസ്സിന്റെ കാര്യം, അതല്ലെങ്കിൽ ഒരു ഇവിടെ ഉള്ള ക്രൂവിനൊക്കെ അറിയാൻ പറ്റും. ശ്രീനെ അറിയുന്നവർക്ക് ഇത്ര വർഷമായല്ലോ, അപ്പൊ അവർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. കാര്യം ചേച്ചി ആ ഷർട്ട് കൊടുത്തു വിടണേ, മറ്റേത് കണ്ടിന്യൂറ്റി ആണേ, മറ്റേ ഷൂസ് ഇല്ലേ, ഇതെല്ലാം എന്നെ വിളിച്ചാണ് ഇവര് പറയണത്. രാവിലെ വണ്ടി വരുവേ, ഇതെല്ലാം എന്തിനാണ് സാർ എന്നെ വിളിച്ച് പറയണത്? ഇയാളല്ലേ അഭിനയിക്കാൻ പോണത്. അപ്പൊ സാറിന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ചക്കപ്പഴത്തിൽ അഭിനയിച്ച അശ്വതി ശ്രീകാന്ത്, പ്രശസ്ത അഭിനേത്രിയും അല്ലേ, എഴുത്തുകാരിയും കവിയത്രിയും. പിന്നെ എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ. ഓക്കെ, എന്തുവാ പറഞ്ഞ അശ്വതി ഇവിടെ ഫ്ലവേഴ്സിന്റെ ഒരു സൃഷ്ടിയാണെന്നറിയാം. ഇവിടുത്തെ ഒരു അവതാരകയായിട്ട് വന്നു. ശരിക്കും ചക്കപ്പഴം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സുഹൃത്താണ് അശ്വതി. എന്റെ സൗഹൃദം ഉറപ്പായിട്ടും ഏത് സമയത്ത് നിർത്തിയാലും സൗഹൃദം നിൽക്കുന്നില്ല. ഓ, ഒരിക്കലും ഇല്ല. ഇവര് നമ്മൾ അതിന്റെ ഇടയിലൊക്കെ കാണുന്നൊക്കെ ഉണ്ട്, എല്ലാവരും തമ്മിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ നല്ലൊരു സുഹൃത്താണ്. എനിക്ക് തോന്നുന്നു ശ്രീനേക്കാൾ കൂടുതൽ എന്താ പറഞ്ഞതെന്ന് ശ്രീനെ പറ്റിയിട്ടാ.
പുറത്ത് പറയാൻ പറ്റത്തില്ലല്ലേ? വേണമെങ്കിൽ ഒരു ഹിന്ദി തരാം. ആ എന്റെ കൊച്ചി, നീ ഇത് എങ്ങനെ കൊച്ചി ഇത് മാനേജ് ചെയ്യണേ? അങ്ങനെയാണോ ചോദിച്ചത്? അതെ അതെ, അവൾ ചോദിച്ച ഒരു ചോദ്യം അതാ. അപ്പൊ ശ്രീകുമാർ അശ്വതിയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ എല്ലാരെ കുറിച്ചും നല്ലത് മാത്രമേ പറയാറുള്ളൂ. അതെന്താ ശ്രീകുമാർ അങ്ങനെ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ ഈ ജന്മത്തിൽ എല്ലാവരെ കുറിച്ച് നല്ല അഭിപ്രായം ഒക്കെ പറഞ്ഞ് അല്ല, എന്നോട് അങ്ങനെ ഞാൻ ഈ കാലയവനി പറഞ്ഞോളാം അങ്ങനെ എഗ്രിമെന്റിലോ വെച്ചോ ആരോട്? അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. എങ്കിലും മാക്സിമം നല്ലത് പറയാൻ വേണ്ടി പരമാവധി അല്ലേ?